أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. صدق الله. ഈ സൂറത്തിന് സൂറത്തു ലൈൽ എന്നാണ് പേര്. സൂറത്തുൽ ലൈൽ 21 ആയത്താണ് ഇതിലുള്ളത്. 92ാമത്തെ സൂറ. ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിലാണ് അവതരിച്ചിട്ടുള്ളത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂജഹൽ, ഉമയ്യത്ത് ബിൻ ഖലഫ് ഇവരുമായി ബന്ധപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിലാണ് ഈ സൂറത്ത് അവതരിച്ചിട്ടുള്ളത്. ഖുർആന് അവതരിക്കാൻ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ, പശ്ചാത്തലങ്ങൾ ഉണ്ടാവും. പക്ഷേ അത് ആ പശ്ചാത്തലത്തിലേക്കും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും മാത്രമേ ബാധകമാവുന്നല്ല. ആ സാഹചര്യത്തിലാണ്, സന്ദർഭത്തിലാണ് അത് അവതരിച്ചിട്ടുള്ളതെങ്കിലും അത്തരം സാഹചര്യം അതുപോലെ ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ ആ സ്വഭാവമുള്ള ആളുകൾ ഇവർക്കൊക്കെ അത് ബാധകമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഗുണവുമായി ബന്ധപ്പെട്ട് ചില സംഗതികൾ പറയുന്നുണ്ട്. അബൂജഹൽ, ഉമയ്യത്ത് പോലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട സംഗതികളും പറയുന്നുണ്ട്. അപ്പൊ ആ സ്വഭാവങ്ങൾ ആരിലൊക്കെ ഉണ്ടോ അവർക്കൊക്കെ അത് ബാധകമാണെന്ന് വരും. അപ്പൊ ലൈല്, നഹാറ് അല്ലേ? ലൈല് എന്ന് പറഞ്ഞാല് എന്താ അർത്ഥം? രാത്രി. നഹാറ് പകല്. നാറ് പറഞ്ഞാലോ തീ. നെഹ്റ് പറഞ്ഞാല് നദി. അപ്പൊ നെഹ്റ് നദിയാണ്, നഹാറ് പകലാണ്, നാറ് തീയാണ്. അപ്പൊ നെഹ്റും നഹാറും ഏതാണ്ടൊരു ബന്ധമുണ്ട്. നൂന്, ഹാ, റാ, ഈ 3 അക്ഷരാണ് അതിലുള്ളത്. എന്ത് ബലി? അത് നഹറാണ്. നഹറ് നൂന് ഹാ ആണത്, ഇത് ഹാ ആണ്. അപ്പം ഇവിടെ രാത്രി പകൽ, അതുപോലെ ആണ് പെണ്ണ്, അങ്ങനെ തീർത്തും വിരുദ്ധമായിട്ടുള്ള സംഗതികളാണ് എടുത്തു പറയുന്നത്. അതെടുത്തു പറഞ്ഞുകൊണ്ട്
മനുഷ്യന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. നന്മ തിന്മ, അതുപോലെ ധർമ്മം അധർമ്മം, സത്യം അസത്യം. അപ്പൊ മനുഷ്യന്റെ മുമ്പിൽ അവന് ബോധ്യമുള്ള പെട്ടെന്ന് മനസ്സിലാവുന്ന വൈരുദ്ധ്യങ്ങൾ ആദ്യം എടുത്ത് പറയുന്നു. അപ്പോൾ വല്ലയിലി, വല്ലയിലി, അതുപോലെ വന്നഹായി. വല്ലയിലി പറഞ്ഞാല് അങ്ങനെ അതിനർത്ഥം പറയല് ആ വാവ് വല്ലയിലി, രാത്രി തന്നെയാണ് സത്യം. അപ്പൊ ആ വാവ് വാവുൽ ഖസം, സത്യം ചെയ്യാനുള്ള വാവ് എന്നാ പറയാം. നേരത്തെ നമ്മൾ വല്ലാസിരിയിൽ പറഞ്ഞു, വല്ലുഹ അല്ലേ, അവിടെയൊക്കെ പറഞ്ഞു. ആ വാവ് തന്നെയാണ് പണിയും വന്നിട്ടുള്ളത്. അപ്പൊ വല്ലയിൽ, രാത്രിയെ കൊണ്ട് സത്യം. വന്നഹാരി പറഞ്ഞാലോ പകലിനെ കൊണ്ട് സത്യം. അപ്പൊ നേരത്തെ സംഗതി പറഞ്ഞിട്ടുണ്ട്, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം സത്യം ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മളെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കാര്യം ബോധ്യപ്പെടാൻ ചിലപ്പോൾ അവരോട് സത്യം ചെയ്ത് തറപ്പിച്ചുറപ്പിച്ചൊക്കെ പറയേണ്ടി വരും. മനുഷ്യപ്രകൃതിയെ കണക്കിലെടുത്തുകൊണ്ടാണ് അത് പറയുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത്. അപ്പൊ വല്ലയിലി, രാത്രിയെ കൊണ്ട് സത്യം. യഗ്ഷ എന്നാണ്, യഗ്ഷ, ഇതാ യഗ്ഷ, യഗ്ഷ, ഗശിയ യഗ്ഷ എന്നാ വരാം. ഗശിയ എന്ന് പറഞ്ഞാല് മൂടി, പൊതിഞ്ഞു, ആവരണം ചെയ്തു എന്നൊക്കെയാണ്. അപ്പൊ ഗശിയ യഗ്ഷ, ആവരണം ചെയ്യും, മൂടും, പൊതിയും എന്നൊക്കെയാണ്. ഇതാ യഗ്ഷ പറഞ്ഞാലോ ഇതാ നേരത്തെ വന്നിട്ടുണ്ട്. ഈ വന്ന പിന്നെ പദങ്ങൾ നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. ഇതാ ജാ പറഞ്ഞാല് ഇതാ ജാ നസ്റുല്ലാഹി, അള്ളാന്റെ സഹായം വന്നാൽ അല്ലേ. ഇതാ യഗ്ഷ, ഗശിയ പറഞ്ഞാ മൂടി, പൊതിഞ്ഞു. ഇതാ യഗ്ഷ, മൂടിയാൽ, പൊതിഞ്ഞാൽ. ഓ വല്ലയിലി, രാത്രിയെ കൊണ്ട് സത്യം. ഇതാ യഗ്ഷ, അത് മൂടിയാൽ, മറക്ക. അപ്പൊ ലോകത്തെ ഭൂമിയുടെ സാഹചര്യങ്ങളൊക്കെ രാത്രി വരുമ്പോ എന്ത് ചെയ്യും? ഇരുട്ടിൽ മൂടി പോകുന്നു അല്ലേ. അപ്പൊ രാത്രി പകൽ എന്ന് പറയുന്നത് ഭൂമിയുടെ ഭ്രമണം കൊണ്ടുണ്ടാവുന്നൊരു പ്രക്രിയയാണ്. ഭൂമി ഒരു മണിക്കൂറിൽ പിന്നെ എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കറങ്ങുന്നുണ്ട്? 24 മണിക്കൂർ ഭൂമി കറങ്ങുമ്പോഴാണ് ഒരു ദിവസം എന്ന് പറയുന്നത് അല്ലേ. അതിന്റെ സാങ്കല്പിക അച്ചുതണ്ട്. അപ്പോ ഖുർആനിലൊരു പ്രയോഗമുണ്ട്, ഖുൽ അറഅയ്തും ഇൻ ജഅല ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുസ് സർമദ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ. അള്ളാഹു എന്നേക്കും ഇവിടെ രാത്രിയാക്കി നോക്കാം. അങ്ങനെ സങ്കല്പിക്കാൻ നമുക്ക്. എന്നിട്ട് അള്ളാഹ് ചോദിക്കണത് മന്നിലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിളിയായി, അല്ലാത്ത വേറൊരു ഇലാഹ് ആരാണ് നിങ്ങൾക്ക് പ്രകാശം അല്ലെങ്കിൽ പകൽ കൊണ്ടുവരാനുള്ളത്? മറിച്ചും ചോദിക്കുന്നുണ്ട്, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമത്തി മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീഹി. പകലായി, പകല് തന്നെ തുടരേ പകൽ എങ്കിൽ അല്ലാത്ത വേറൊരു ഇലാഹ് ആരാണ് നിങ്ങൾക്ക് രാത്രിയെ കൊണ്ടുതരാറുണ്ട് എന്ന് പറഞ്ഞാല് ഭൂമിയാണ് നിശ്ചലായി പോയാൽ എന്താ സംഭവിക്കാം? ഒരു ഭാഗത്ത് പകലും ഒരു ഭാഗത്ത് രാത്രിയാണ് ഉണ്ടാവുക. അപ്പോ പകലുള്ളിടത്ത് രാത്രിയുമില്ല, രാത്രിയുള്ളിടത്ത് പകലുമില്ല. കുടുങ്ങിയ തന്നല്ലേ. പിന്നെ അവിടെ ജീവിക്കേണ്ടി വരില്ല. കാരണം പകലുള്ളിടത്ത് ചൂടുകൊണ്ട് സകലം കത്തി കഴിഞ്ഞു, രാത്രിയുള്ളിടത്തോ തണുത്തിട്ടെല്ലാം
കുറഞ്ഞു പോകും. അപ്പൊ ഭൂമിയിലെ ജീവിതം തന്നെ സാധ്യമാവാത്ത ഒരവസ്ഥ ഉണ്ടാവും. അപ്പൊ ഈ ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് രാത്രിയും പകലും ഉണ്ടാകുന്നതെന്നാ. അപ്പൊ ഈ രണ്ട് വൈരുദ്ധ്യങ്ങളെ അള്ളാഹു മനുഷ്യന്റെ തന്നെ ഗുണത്തിന് വേണ്ടി സംവിധാനിച്ചാണ്. അപ്പൊ രാത്രി അതിന്റെ ഇരുട്ടുകൊണ്ട് ഭൂമിയെ മൂടുമ്പോൾ എന്നാണ് വല്ലൈലി ഇദാ യഗ്ശാ എന്ന് പറഞ്ഞാൽ. രാത്രി അത് മൂടുമ്പോൾ എന്നേ അവിടെ പറഞ്ഞുള്ളൂ. എന്തിനു മൂടുക, എന്തുകൊണ്ട് മൂടുക എന്ന് പറഞ്ഞിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. രാത്രി മൂടുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ ഇരുട്ടുകൊണ്ട്. എന്തിനു മൂടുന്നു? ഭൂമിയെ, അല്ലെങ്കിൽ ഭൂമിയുടെ അന്തരീക്ഷത്തെ മൊത്തം മൂടുന്നു. അങ്ങനെ സംഭവിച്ചാൽ ഓരോ വന്നഹാരി, പകൽ കൊണ്ടും സത്യം. ഇതാ തജല്ല. തജല്ല പറഞ്ഞാല് പ്രകാശിക്കാന്നാണ്. ജലി എന്ന് പറഞ്ഞിട്ട് ജല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമാവുക, പ്രകടമാവുക, വെളിച്ചത്ത് വരിക എന്നൊക്കെ. അപ്പൊ തജല്ല പറഞ്ഞാല് പ്രകാശിച്ചു, വെളിപ്പെട്ടു. മൂസാ നബിയായി ബന്ധപ്പെട്ട് ഖുർആൻ ഈ പദം വരുത്തി പ്രയോഗിച്ചിട്ടുണ്ട്. അറിയോ? മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയി. അള്ളഹാനോട് പറഞ്ഞു, പഠിച്ചോനെ എനിക്ക് ഒന്ന് തന്നെ കണ്ടാ തിരക്കല്ല. ഇബ്രാഹിം നബി കൊണ്ട് പറഞ്ഞില്ലേ എങ്ങനെയാണ് ജീവിപ്പിക്കും മരിപ്പിക്കും ചെയ്യണമെന്നൊന്ന് കാണിച്ചു തരണമെന്ന്. അപ്പൊ അള്ളാഹ് ചോദിച്ചു, അവലം തോമീൻ, അതെന്താ ഇബ്രാഹിമെ നിനക്ക് വിശ്വാസമില്ല? അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞു, ഈമാൻ വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ മനസ്സിനൊരു സമാധാനം കിട്ടാണ്. നീ എത്തുമ്പോഴുന്ന കൽവി. വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, എന്നാലും കാണുമ്പോഴുള്ളൊരു സമാധാനം ഉണ്ടല്ലോ. ഇവിടെ മൂസാ നബി പറയുന്നത് റബ്ബി അരിനി, പഠിച്ചോനെ തന്നെ ഒന്ന് എനിക്ക് കാണിച്ചു തരണം. റബ്ബി അരിനി. അപ്പൊ അള്ളാഹ് എന്താ പറഞ്ഞത്? ലൻ തറാനി, നിനക്ക് എന്നെ കാണാൻ കഴിയൂല. ലൻ തറാനി. എന്നിട്ട് മൂസാ നബിയോട് പറഞ്ഞു, 300 ഇലാൽ ജബൽ, ആ പർവ്വതത്തിലേക്ക് നോക്ക്. ഫഇനിസ്തഖറ മകാനഹു ഫസൗഫ തറാനി. ആ പർവ്വതം അവിടെ സ്ഥിരമായിട്ട് നിൽക്കുകയാണെങ്കിൽ നിനക്ക് എന്നെ കാണാൻ കഴിയും. എന്നിട്ട് അവിടെ പ്രയോഗിച്ചു, ഫലമ്മ തജല്ല റബ്ബുഹു ലിൽ ജബൽ, നിന്റെ നാഥൻ ആ പർവ്വതത്തിൽ വെളിപ്പെട്ടു. അപ്പോൾ ജാലഹു ദക്കൻ, പർവ്വത ഇടിപൊടി തമരയിപ്പോയി. ആകെ പൊടിഞ്ഞിട്ട് മല എന്നല്ലാതായി. ഫഖറ മൂസ സൈഖ, മൂസ ബോധം കെട്ട് വീഴും ചെയ്തു. അപ്പൊ അവിടെ തജല്ല എന്നാ പ്രയോഗിച്ചത്. തജല്ല, വെളിപ്പെട്ടു. അപ്പൊ പകൽ വെളിപ്പെടുക, അല്ലെങ്കിൽ പകൽ പ്രകാശിക്കുക, അതാണ് തജല്ല. വന്നഹാരി, പകലിനെ കൊണ്ടും സത്യം. ഇതാ തജല്ല, അത് പ്രകാശിക്കുമ്പോൾ. അപ്പൊ ഒന്ന് രാത്രിയാണ്, മറ്റത് പകലാണ്. ഒന്നിന് ഇരുട്ടാണുള്ളത്, മറ്റേന്ന് പ്രകാശമാണുള്ളത്. ഇത് രണ്ടും രണ്ട് വൈരുദ്ധ്യങ്ങളാണ്. പക്ഷെ മനുഷ്യജീവിതവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് സംഗതിയുമാണ്. രാത്രിയെ സംബന്ധിച്ചും പകലിനെ സംബന്ധിച്ചും അതിൽ മനുഷ്യൻ അനുഭവിക്കുന്ന സൗകര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഖുർആൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, പലയിടത്തു പോയിട്ട്. എന്നിട്ട് പിന്നെ പറഞ്ഞത് എന്താണ്? വമാ ഖലഖൽ ദക്കറ വൽ ഉൻസ. ദക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷൻ, ഉൻസ പറഞ്ഞാലോ സ്ത്രീ. ഖലഖാർ എന്ന അർത്ഥം ഖലഖ, സൃഷ്ടിച്ചു, പടച്ചു, അല്ലേ? പിന്നെ അവിടെ ഒരു മാ ഉണ്ട്, മാ. ആ മാക്ക് രണ്ട് രീതിയിൽ അർത്ഥം പറയും. ഒന്ന് മാ എന്ന് പറഞ്ഞാൽ അല്ലവി എന്നതിന്റെ അർത്ഥത്തിൽ. അപ്പൊ വല്ലവി ഹലക്ക, സൃഷ്ടിച്ചവനും എന്നായി. സൃഷ്ടിച്ചവനെ കൊണ്ടും സത്യം. മാന്നുള്ളതിന് അല്ലതിയുടെ അർത്ഥം പറയുമ്പോ വല്ലവി ഹലക്ക, സൃഷ്ടിച്ചവനെ കൊണ്ടും സത്യം. ആരാ സൃഷ്ടിച്ചത്? അല്ലാഹു. അപ്പൊ അള്ളാഹിനെ കൊണ്ട് സത്യം. മറ്റൊന്ന് ആ മാക്ക് മാ മസ്തരി എന്നാണ് പറയാ. അപ്പൊ ഹലക്ക എന്നുള്ളത് ഹൽക്ക് എന്ന അർത്ഥത്തിലാണ് പറയാ, സൃഷ്ടിപ്പ്. അപ്പൊ ഹൽക്കിഹി,
അല്ലെങ്കിൽ ഹൽക്കി ദക്കർ വൽ ഉൻസ, സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്നതും കൊണ്ടും സത്യം എന്നായി. മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്നതുകൊണ്ടും സത്യം എന്നാണ് അപ്പം വരിക. അത് മനസ്സിലായോ? ഒരർത്ഥം അനുസരിച്ച് ഒരു ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചവനെ കൊണ്ട് സത്യം, അപ്പൊ അള്ളാഹുവിനെ കൊണ്ടായി. മറ്റതാവുമ്പോ സൃഷ്ടിപ്പ് എന്ന സംഗതി എടുത്തിട്ടാണ് സത്യം ചെയ്യേണ്ടത്. സ്ത്രീ പുരുഷ ഭേദം നൽകിക്കൊണ്ട് ഉള്ള സൃഷ്ടിപ്പ്, മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന സംഗതി കൊണ്ടാണ് സത്യം ചെയ്യേണ്ടത്. അപ്പൊ അദ്ദക്കർ വൽ ഉൻസ പറഞ്ഞാൽ ആണും പെണ്ണുമാണ്. അതും യഥാർത്ഥത്തിൽ രണ്ട് വൈരുദ്ധ്യങ്ങളാണ് അല്ലേ? അപ്പൊ മനുഷ്യന് ആണും പെണ്ണും ഉണ്ട്. നമ്മുടെ മുമ്പിലുള്ള ജീവജാലങ്ങളൊക്കെ അങ്ങനല്ലേ? ആട്, പശു, കോഴി, ഏത് സാധനം എടുത്ത് നോക്കാം, ഒക്കെ എന്താണ്? ആണും പെണ്ണുമാണ്. ആണും പെണ്ണും ഉണ്ടെങ്കിൽ മാത്രമേ പ്രജനനം നടക്കുകയുള്ളൂ. അതില്ലെങ്കിൽ പിന്നെ ഇവിടെ ആ സംഗതി നടക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ ജീവജാലങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ജന്തുവർഗത്തിൽ മാത്രമാണോ, അതിന് മാത്രമാണോ ജീവനുള്ള വസ്തു എന്ന് പറയാം? പിന്നെ സസ്യങ്ങളും ഒക്കെ എന്താണ്? ജീവജാലങ്ങളിൽ പെട്ടാണ്. അപ്പൊ സസ്യങ്ങളിലും എന്തുണ്ട്? ആണും പെണ്ണും ഉണ്ട് അല്ലേ? പിന്നെ ഒരു വൃക്ഷം കായ്ക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വള്ളിയിൽ പൂവിടണമെങ്കിൽ, അല്ലെങ്കിൽ അതിന് കായുണ്ടാണെങ്കിലൊക്കെ ഈ പരാഗണം നടക്കാനുള്ള ഒരു സംഗതി നടക്കേണ്ടിയാണ്. അതിൽ ഏറ്റവും പ്രകടമാണ് പിന്നെ കാരക്ക, ഈത്തപ്പഴത്തിന്റെ കാര്യം. അത് ഇവര് പിന്നെ കായ്ക്കണ കൊല എടുത്ത് പിന്നെ പറിച്ചെടുത്തിട്ട് മറ്റേതിൽ പരാഗണം നടത്തുക ചെയ്യാം. അത് നടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ കായ ഉണ്ടാവില്ല. അപ്പൊ ഈ പരാഗണം നടക്കാൻ സഹായകമാവുന്ന ഒരു സംവിധാനം അള്ളാഹു കൂടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് കാറ്റ്, രണ്ട് പ്രാണികൾ അല്ലേ? ഇതിലൂടെ ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ അപ്പൊ സസ്യം, അതുപോലെ ജന്തുജാലങ്ങൾ. അത് മാത്രമാണോ? ലോകത്ത് പ്രപഞ്ചത്തിലുള്ള എല്ലാ സാധനത്തിനും അത് ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത്. സൂറത്ത് യാസീനിലൊരായത്തില്ലേ? എന്താണ്? ഓർമ്മയുണ്ടോ? ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാ വസ്തുക്കളെയും ഇണകളായി സൃഷ്ടിച്ചു എന്നാണ്. അവ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഇണകളാണ്. ഇണയായിട്ടല്ലാതെ ഒരു സാധനവും ഇല്ല. ഇതെന്തിനു പറയണതാ? ഇണയും തുണയും അല്ലേ? എന്നാ ഇത് ആവശ്യമില്ലാത്ത ഒരുത്തുണ്ട്. അതാരാ? അള്ളാഹുവാണ്. അള്ളാഹു ഫർദ്, ഏകനാണ്. മറ്റ് ജീവജാലങ്ങളൊക്കെ ഇരട്ടയാണ്, ആണും പെണ്ണുമായിട്ട്. അപ്പൊ ഈ വൈരുദ്ധ്യത്തിലൂടെ നമ്മളെ അള്ളാഹു കൊണ്ടുപോകുന്നത് അവന്റെ ഏകത്വത്തിലേക്കാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതം, മനുഷ്യൻ അനുഭവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഈ വ്യത്യസ്തമായ ഈ അവസ്ഥകളിൽ ഒക്കെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഇന്ന സഅയ്യക്കും ലശത്ത. സഅയ് പറഞ്ഞാൽ എന്താ? സഅയ് നമ്മൾക്ക് പിന്നെ സാധാരണ നമ്മളെ മനസ്സിൽ നാക്കിൽ വരുന്നൊരു സഅയ് ഉണ്ട്. ഏതാ? അങ്ങനെ ഹജ്ജ് ഉംറയും ചെയ്യുന്ന സമയത്ത് ഒരു സഅയ് ഉണ്ട്. ആ സഅയ് എന്താ? സഫന്റെയും മർവന്റെയും ഇടയിൽ നടക്കുക അല്ലേ? ഒരു നിശ്ചിത സ്ഥലത്ത് എത്തുമ്പോ ഓടണം, ലേശം ഓടല്ല, ഒന്ന് വേഗത്തില്. ഇതിനാണ് സഅയ് എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത്. സഅയ് എന്ന പദത്തിന്റെ യഥാർത്ഥ അർത്ഥം അധ്വാനിക്കുക, പരിശ്രമിക്കുക എന്നൊക്കെയാണ് അർത്ഥം. കർമ്മം ചെയ്യുക. അപ്പൊ ഇന്ന സഅയ്യക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചത്. ഏകവചനാണെങ്കിലും ബഹുവചനത്തിന്റെ അർത്ഥമാണ്. ഇന്ന സഅയ്യക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ ലശത്ത. ശത്ത എന്ന് പറഞ്ഞാൽ വ്യത്യസ്തം എന്നാണ്. അപ്പൊ നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തങ്ങളാണ്. വ്യത്യസ്തം എന്ന് പറയാം, വിരുദ്ധം എന്നും പറയാം.
വ്യത്യസ്തം എന്ന് പറഞ്ഞുകൊണ്ട് വിരുദ്ധമാവണമെന്നില്ല അല്ലേ? അതേ അവസരം ശത്താന്ന് പറഞ്ഞാൽ വിരുദ്ധം എന്ന അർത്ഥത്തിലോ പ്രയോഗിക്കും. അപ്പൊ മനുഷ്യന്റെ കർമ്മങ്ങളൊക്കെ തീർത്തും വ്യത്യസ്തവും പരസ്പര വിരുദ്ധവുമാണ് എന്നാണ് അത് പിന്നെ പറഞ്ഞത്. ഇതെന്തിനു പറയണതാ? അപ്പൊ മനുഷ്യന്റെ ജീവിതം മൊത്തത്തിലെടുത്താൽ അവന്റെ ജീവിതത്തിലെ അവന്റെ വിശ്വാസം, അവന്റെ വാക്ക്, കർമ്മങ്ങൾ ഇതൊക്കെ പരിശോധിച്ചാൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള പലതും അതിൽ കാണാൻ കഴിയും. അപ്പൊ വിശ്വാസത്തില് പിന്നെ ശരിയായ വിശ്വാസമുണ്ട്, തെറ്റായ വിശ്വാസമുണ്ട് അല്ലേ? തൗഹീദുണ്ട്, ശിർക്കുണ്ട്, കുഫറുണ്ട്, നിഫാഖുണ്ട്, ഇതൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അവന്റെ ഈ വിശ്വാസത്തിനനുസരിച്ച് അവന്റെ പ്രവർത്തനങ്ങളും വ്യത്യസ്തമായിരുന്നു. ശിർക്കുപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, തൗഹീദുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ധർമ്മം അധർമ്മം, നീതി അനീതി, അങ്ങനെ ഒരുപാട് സംഗതികൾ നമ്മൾക്ക് കാണാൻ കഴിയും. അപ്പൊ ഇന്ന സഴിയക്കും ലശത്ത, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ കർമ്മങ്ങൾ അത് തീർത്തും വിരുദ്ധമാണ് അല്ലെങ്കിൽ വ്യത്യസ്തമാണ്. എന്നിട്ട് പിന്നെ പറയുന്നത് ഒരു കാര്യം. രണ്ടാമത്തത് വമ്മാമൻ ബഖില വസ്തഗ്ന വകദ്ദബ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ ഉസ്റ. ഇത് രണ്ടും രണ്ട് വിഭാഗം, രണ്ട് കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന ആളുകളെ സംബന്ധിച്ച് പറയണം. എന്നാണ്. എന്നാൽ അമ്മ ഇമ്മ ഇത് നമ്മളുടെ വ്യത്യാസം ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മ ഉണ്ടോ? അമ്മ എന്ന് പറഞ്ഞാല് എന്നാൽ, അഴത്ത അല്ലേ? അഴത്ത പറഞ്ഞാല് എന്താ? നൽകി. അഴത്ത പറഞ്ഞാല് നൽകി. പിന്നെ വത്തക്ക, ഇത്തക്കാറിന തക്വാറിനാ മാറിയില്ലേ? തക്വാറിന എന്താ? സൂക്ഷ്മത കൈക്കൊള്ള. ഇത്തക്കാറിനാല് സൂക്ഷ്മത കൈക്കൊണ്ടു എന്നാണ്. തക്വ കൈക്കൊണ്ടു. അപ്പൊ അമ്മാമൻ അഴത്ത വത്തക്ക, നൽകുകയും തക്വ കൈക്കൊള്ളുകയും ചെയ്തവൻ എന്നും പറയാം, ചെയ്തവർ എന്നും പറയാം. സദ്ദഖ, സദ്ദഖ പറഞ്ഞാല് സത്യപ്പെടുത്തുക. സിദ്ഖ് പറഞ്ഞാൽ എന്താ? സത്യം. സദഖ പറഞ്ഞാല് സദഖ, സദ്ദഖല്ല സദഖ, സത്യം പറഞ്ഞു. സദഖ സത്യം പറഞ്ഞു, സദ്ദഖ സത്യപ്പെടുത്തീന. അത് തസദ്ദഖയാണ്. ഇതിന്നുള്ളത് തന്നെയാണ് സംഗതി. തസദ്ദഖ പറഞ്ഞാൽ ദാനം ചെയ്തു. തസദ്ദഖ. സദ്ദഖ പറഞ്ഞാല് സത്യപ്പെടുത്തി. സദഖ പറഞ്ഞാല് സത്യം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ജിബ്രീൽ വന്നിട്ട് എന്ത് ചെയ്തു? നബിന്റെ തൊട്ടടുത്ത് ഇരുന്നിട്ട് പറഞ്ഞല്ലോ, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ പറ്റി പറഞ്ഞു തരണോ? നബി എന്ത് ചെയ്തു? ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഷഹാദത്ത് ഇല്ല, നിസ്കരിക്കാം, നോമ്പ് എടുക്കാം എന്നൊക്കെ പറഞ്ഞപ്പോ ജിബ്രീൽ പറഞ്ഞു സദഖത. സത്യമാണ് പറഞ്ഞത്, സത്യമാണ് പറഞ്ഞത്. അപ്പൊ സിദ്ഖ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം, സദഖ സത്യം പറഞ്ഞു. സദ്ദഖ പറഞ്ഞാല് സദ്ദഖ ബിഹി എന്നാണ് പറയാം, സദ്ദഖ ബി. അപ്പൊ ഇവിടെ സദ്ദഖ ബിൽ ഹുസ്ന അല്ലേ? അങ്ങനല്ലാണല്ലേ? സദ്ദഖ ബിൽ ഹുസ്ന. സദ്ദഖന്റെ നേരെ എതിർപദമാണ് കദ്ദബ. സദ്ദഖ സത്യപ്പെടുത്തി, കദ്ദബ കളവാക്കി. സദഖ സത്യം പറഞ്ഞു, കദബ കള്ളം പറഞ്ഞു. കദബ കള്ളം പറഞ്ഞു, സദഖ സത്യം പറഞ്ഞു. സദ്ദഖ സത്യപ്പെടുത്തി, കദബ കള്ളമാക്കി. കള്ളം എന്ന് പറഞ്ഞു എന്നാ, കളവാക്കി. അപ്പൊ സദ്ദഖ ബിൽ ഹുസ്ന, കദബ ബിൽ ഹുസ്ന. അപ്പൊ സദ്ദഖ ബിഹി, കദബ ബിഹി, രണ്ടിനും അങ്ങനെ പ്രയോഗിക്കാം. ആ സംഗതിയെ സത്യപ്പെടുത്തി, അല്ലെങ്കിൽ ആ സംഗതിയെ അസത്യമെന്ന് പറഞ്ഞു, നിഷേധിച്ചു, തള്ളി പറഞ്ഞു എന്നൊക്കെ.
അപ്പൊ ഇവിടെ ഇപ്പം പറഞ്ഞ അങ്ങനെയാണ് വസദ്ദഖ ബിൽ ഹുസ്ന, സത്യത്തെ സത്യപ്പെടുത്തിന. സത്യത്തെ സത്യപ്പെടുത്താന സത്യത്തെ സത്യമെന്ന് അംഗീകരിച്ചു. ഇപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക്? നമ്മളെ വിശ്വാസം എന്നൊക്കെ പറയും അല്ലേ? ഈമാൻ എന്ന് പറഞ്ഞാൽ അറബിയിൽ അതിന് പറ തസ്ദീഖ് എന്നാണ്. സത്യം എന്ന് അംഗീകരിക്കുക, ഇതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സംഗതിയെ സത്യം എന്ന് അംഗീകരിക്കുമ്പോഴാണ് അയാൾ അതിൽ വിശ്വാസം കൈക്കൊണ്ടു എന്ന് പറയാൻ പറ്റും. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ എങ്ങനെയാണോ വിശ്വസിക്കേണ്ടത് ആ നിലക്ക് വിശ്വസിക്കുന്നതിന് നമ്മൾ ഈമാൻ എന്ന് പറയും. അപ്പൊ തസ്ദീഖും ബില്ല, അള്ളാഹുവിനെ എങ്ങനെയൊക്കെ സത്യപ്പെടുത്തണമോ ആ നിലക്ക് സത്യപ്പെടുത്തുന്നതിനാണ് അള്ളാഹുവിനുള്ള ഈമാൻ എന്ന് പറയുന്നത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലെങ്കിൽ പ്രവാചകന്മാരെ ഏതൊക്കെ നിലയിൽ സത്യപ്പെടുത്തേണ്ടതുണ്ടോ ആ നിലക്ക് സത്യപ്പെടുത്തുന്നതിനാണ് എന്താ പറയാ? ഈമാൻ എന്ന് പറയാം. ഈമാനും റസൂൽ, പ്രവാചകന്മാരിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞത്. പരലോകത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ചാവുമ്പോൾ കദ്ദബ ബില്ല, തക്ദീബും ബില്ല, തക്ദീബും ബിർ റസൂൽ എന്നാണ് പറയുക. അപ്പോ ഇവിടെ പിന്നെ സദ്ദഖ ബിൽ ഹുസ്ന എന്ന ശരിക്കും അതിന്റെ ഉദ്ദേശം ആ ഹുസ്നയിൽ ഈമാൻ കൊള്ളാണ്. ഹുസ്ന പറഞ്ഞാൽ എന്താ? ഹുസ്ന ഹസൻ എന്നതിന്റെ അർത്ഥം എന്താ? ഹസൻ എന്ന് പറഞ്ഞാൽ നല്ലതെന്ന് മാത്രമല്ല, നല്ലതിന് ഖൈർ എന്ന് പറഞ്ഞാൽ മതി. ഖുർആനിന്റെ പ്രയോഗം എന്ന് പറയുന്നത് വളരെ അറുത്ത് മുറിച്ചുള്ള പ്രയോഗം. ഹസൻ എന്ന് പറഞ്ഞ സുന്ദരം എന്നാണ് ഹസൻ. അഹ്സൻ എന്ന് പറഞ്ഞാലോ ഏറ്റവും സുന്ദരം എന്നാണ്. ഹുസ്ന പറഞ്ഞാലോ അഹ്സൻ എന്നത് പുല്ലിംഗമാണ്, അതിന്റെ സ്ത്രീലിംഗമാണ് ഹുസ്ന. അപ്പൊ അതിന്റെ അർത്ഥം തന്നെയാണ് ഏറ്റവും സുന്ദരം എന്നാണ്. അപ്പൊ ഏറ്റവും സുന്ദരമായത് സത്യപ്പെടുത്താന്നാണ് സദ്ദഖ ബിൽ ഹുസ്ന എന്ന് നേരെ പറഞ്ഞ അതിന്റെ അർത്ഥം. ഏറ്റവും സുന്ദരമായതെന്തോ അത് സത്യപ്പെടുത്തുക. അപ്പൊ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് പലതിനും പല രീതിയിലുള്ള സൗന്ദര്യമാണ് അല്ലേ? ചില ആളുകൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ പറ്റി പറയും എന്തൊരു സൗന്ദര്യമാണ് അയാളുടെ സംസാരത്തിന് എന്ന് പറയും. ചില ആളുകളെ അല്ലെങ്കിൽ ചില വസ്തുക്കളെ ഒക്കെ കണ്ടാലും നമ്മൾ അതേ രീതിയിൽ പറയും അത് കാണാൻ നല്ല സൗന്ദര്യമുണ്ട് അല്ലെങ്കിൽ ഭംഗിയുണ്ട്. അപ്പൊ സൗന്ദര്യം എന്ന് പറയുന്നത് വാക്കിലും വിശ്വാസത്തിലും വസ്തുക്കളിലും എല്ലാറ്റിലുള്ള ഒളിഞ്ഞു കിടക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇവിടെ ഹുസ്ന എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമായത് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇസ്ലാമിന്റെ മൗലിക കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഹുസ്ന എന്ന് പറയുമ്പോ അതിന്റെ നേരെ വിരുദ്ധം എന്താണ്? അതിന്റെ നേരെ വിരുദ്ധ ഹസൻ, ഹസൻ എന്നതിന്റെ നേർ വിരുദ്ധം ഖബീഹ് എന്നാണ്. ഹസൻ സുന്ദരം, ഖബീഹ് വികൃതം അല്ലേ? അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സുന്ദരം, അപ്പൊ അഖ്ബഹ് ഏറ്റവും വികൃതം എന്നായി. അതിന്റെ പിന്നെ സ്ത്രീലിംഗമായിട്ട് ഓരോ ഹുസ്നയാണ് ഒന്ന്, മറ്റത് ഖുബ്ഹ ഏറ്റവും വികൃതമായിട്ടുള്ളത്. അപ്പൊ അസത്യം, നിഷേധം, അതായത് കുഫർ, ശിർക്ക്, ഇതൊക്കെ ഏറ്റവും വികൃതമായിട്ടുള്ള സംഗതികളാണ്. യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ലാത്ത, യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത, അതിന് തീർത്തും വിരുദ്ധമായിട്ടുള്ള സംഗതികളാണ് അസത്യന്റെ കുഫർ, ശിർക്കൊക്കെ. അതുകൊണ്ട് അത് ഏറ്റവും വികൃതമാണ്. അള്ളാഹുവിന്റെ തൗഹീദ്, ഏകത്വം, അതുപോലെ തന്നെ പ്രവാചകത്വം തുടങ്ങിയുള്ള സംഗതികൾ അത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും സുന്ദരമാണ്. അപ്പോൾ അവിടെ സദ്ദഖ ബിൽ ഹുസ്ന ഏറ്റവും സുന്ദരമായതിനെ സത്യപ്പെടുത്തുകയും ചെയ്തു. അമ്മാമൻ അഅത വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന, കൊടുക്കുകയും തഖ്വ കൈക്കൊള്ളുകയും ഏറ്റവും സുന്ദരമായതിനെ സത്യപ്പെടുത്തുകയും ചെയ്തവനാരോ അവൻ. ഫസനു യസ്സിറു, യസ്സറ, യസ്സറ എന്നാണ്.
യുസർ എന്ന് പറഞ്ഞാൽ എന്താ? യുസർ പറഞ്ഞാൽ എളുപ്പം, സൗകര്യം. അതിന്റെ നേർ വിപരീത പദമാണ് ഉസർ, പ്രയാസം. അപ്പൊ യസ്സറ പറഞ്ഞാല് സൗകര്യം ചെയ്തു കൊടുത്തു എന്നാണ് യസ്സറ. അതിന്റെ നേർ വിപരീതമാണ് അസ്സറ, പ്രയാസമുള്ളതാക്കി തീർത്തു. അസ്സറ. അപ്പൊ യസ്സറന്റെ ആദ്യത്തിൽ ഒരു സീന് കൊടുത്തിട്ട് യസ്സറ യുയസ്സിറു എന്നാണ് പറയാം. എന്നിട്ട് അതിന്റെ ആദ്യത്തിൽ ഒരു സീന് കൊടുത്തു, എന്നിട്ട് സയുയസ്സിറു എന്ന് പറഞ്ഞു. സയുയസ്സിറു, യസ്സറ അങ്ങനെയാണ് പോയിട്ടുണ്ടെങ്കിൽ സർഫാക്കുക എന്ന് പറയും. അറബി കുറച്ചൊക്കെ അറിയുന്ന ആളുകൾക്ക് അറിയാം എന്താ സർഫാക്കുക. അപ്പൊ യസ്സറ നസ്സറ, ലസ്സറ യുയസ്സിറു, യസ്സറ യുയസ്സിറു നുയസ്സിറു. നുയസ്സിറു പറഞ്ഞാൽ നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കും. നുയസ്സിറു, നമ്മൾ സൗകര്യം ചെയ്തു. നമ്മൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹു. അള്ളാഹു അവനെ സംബന്ധിച്ച് പറയാണ് നുയസ്സിറു, നമ്മൾ സൗകര്യം ചെയ്തോളൂ. സനുയസ്സിറു, ആ നുയസ്സിറുവിന്റെ ആദ്യത്തിലൊരു സീന് കൊടുത്ത് സനുയസ്സിറു, നമ്മൾ തൊട്ടടുത്ത് തന്നെ അല്ലെങ്കിൽ ഭാവിയിൽ സൗകര്യം ചെയ്തു കൊടുക്കുക. അപ്പൊ അങ്ങനെ ചെയ്ത ആളുകൾക്ക് അതിനെ തുടർന്ന് സംഭവിക്കാൻ പോകുന്നത് അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കും. സനുയസ്സിറുഹു, അയാൾക്ക് എന്തിന്? യുസ്റ, ലിൽ യുസ്റ, യുസ്റ ഉണ്ടോ? യുസ്റ, ഐസർ എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ളത്, എളുതായിട്ടുള്ളത്. ഐസർ എന്ന് പറഞ്ഞാലോ ഏറ്റവും പ്രയാസകരമായത്. അതിന്റെ സ്ത്രീലിംഗമാണ് ഐസർ എന്നതിന്റെ സ്ത്രീലിംഗമാണ് യുസ്റ എന്നുള്ളത്. ഏറ്റവും എളുതായിട്ടുള്ള കാര്യത്തിന്, സൗകര്യപ്രദമായിട്ടുള്ള കാര്യത്തിന് നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ആ സൗകര്യം ഉള്ള സംഗതി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്ത് തന്നെയും ഈ ഗുണങ്ങൾ ഉൾക്കൊണ്ട മനുഷ്യന് മാനസികമായും മറ്റുമൊക്കെ അയാൾക്ക് സംതൃപ്തിയും അള്ളാഹുവിനോടുള്ള അടുപ്പവും ഒക്കെ അയാൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളത്. പരലോക ജീവിതത്തിലോ അയാൾക്ക് ശാശ്വതമായിട്ടുള്ള സ്വർഗവും അള്ളാഹുവിൻ്റെ തൃപ്തിയും നേടിയെടുക്കാൻ കഴിയുന്നു എന്നത്. അപ്പൊ അതിനാണ് അള്ളാഹു എന്ത് ചെയ്തു കൊടുക്കുന്നത്? അതാണ് യുസ്റ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്, ഏറ്റവും സൗകര്യപ്രദമായത്. അതിന് നമ്മൾ അയാൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കും. അപ്പൊ അള്ളാഹുവിനോട് അടുക്കാൻ, അവന്റെ അടുത്ത് നേട്ടങ്ങൾ നേടാനൊക്കെ ഉള്ള എല്ലാ സൗകര്യവും സാധ്യതയും നമ്മൾ ഇത്തരം ആളുകൾക്ക് ചെയ്തു കൊടുക്കും. മറിച്ചോ മൻ ബഖില, ആദ്യം പറഞ്ഞു അഅത, കൊടുത്തു. അതിന് നേർ വിപരീതമായിട്ട് പറഞ്ഞത് ബഖില. ബഖീല് പറഞ്ഞാല് അറിയില്ലേ? പിശുക്കൻ അല്ലെ, ലുബ്ധൻ. അൽ ബഖീലു അദുവ്വുല്ലാ എന്നാണ്. ബഖീല് അള്ളാന്റെ തന്നെ ശത്രുവാണ്. അപ്പോ കൊടുക്കണ കയ്യും കൊടുക്കാത്ത കയ്യും തമ്മിൽ വ്യത്യാസമുണ്ട്. കൊടുക്കണ കയ്യിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞ എന്താ? അല്ല, ഹദീസിലുള്ളത് അൽ യദുൽ ഉല്യ ഖൈറും മിനൽ യദി സുഫ്ല. മേലുള്ള കയ്യ്, ഏറ്റവും മേലുള്ള കയ്യ് ഏറ്റവും അടിയുള്ള കയ്യിനേക്കാൾ ഉത്തമമാണ്. മേലുള്ള കയ്യ് ഏതാ? കൊടുക്കണ കയ്യ്. മറ്റതോ വാങ്ങണ കയ്യ് അല്ലേ? താഴെ ഉള്ള കയ്യ് അടിയിലുള്ള കയ്യിനേക്കാൾ ഏറ്റവും ഉത്തമം മുകളിലുള്ള കയ്യാണ്. എന്നാണ് കൊടുക്കുന്ന കയ്യാണ് വാങ്ങുന്ന കയ്യിനേക്കാൾ ഉത്തമം. തീർത്തും പിശുക്ക് കാണിക്കുന്ന ആളുകളോ അവരൊന്നിനും പറ്റൂല. അവരെ അവർക്ക് തന്നെ വേണ്ട, കുടുംബത്തിന് വേണ്ട, സമൂഹത്തിനും വേണ്ടാണല്ലോ. അള്ളാഹ്ക്ക് പിന്നെ ഏതായാലും വേണ്ടി വരില്ല. അതുകൊണ്ടാണ് അമ്മാമം ബഖീല, പിശുക്ക് കാണിച്ചവൻ,
വസ്തഗ്ന. ഇസ്തഗ്ന നേരത്തെ വന്നു പോയിട്ടുണ്ട്. എവിടെ? സൂറത്ത് അലക്കില്. അമ്മാ മനിസ്തഗ്ന അല്ല, അമ്മ കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർ റആഹു ഇസ്തഗ്ന. അങ്ങനെയാണ്. ഇസ്തഗ്ന പറഞ്ഞാല് സ്വയം പര്യാപ്തനായിട്ട് തോന്നാം, എനിക്ക് ഞാൻ തന്നെ മതി എന്ന് തോന്നുന്നതിനാണ് എന്ത് പറയാ, ഇസ്തഗ്ന എന്ന് പറയാം. അപ്പൊ അമ്മാ മനിസ്തഗ്ന പിശുക്ക് കാണിക്കുകയും വസ്തഗ്ന സ്വയം പര്യാപ്തനായി കാണുകയും ചെയ്തവൻ, എനിക്ക് ഞാൻ തന്നെ മതിയെന്ന് തീരുമാനിച്ചവൻ. അപ്പൊ അള്ളാന്റെ ആവശ്യമൊന്നുമില്ല. അല്ല, ചില ആളുകളെ കയ്യിൽ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തിരക്കടൊന്നുമില്ല, എനിക്ക് ഞാൻ തന്നെ മതി. അത് ഖാറൂനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് കൗഫിലെ ഒരു തോട്ടക്കാരന്റെ കഥ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുപോലെ വേറെ എവിടെ പറഞ്ഞിട്ടുള്ളത്, വേറെ സ്ഥലത്ത് സുമറിലോ ഏറ്റവും ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾക്ക് സമ്പത്ത് കിട്ടുമ്പോൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഔദാര്യം കിട്ടുമ്പോൾ ഇത് നമ്മളെ കൈകൊണ്ടുണ്ടായതാണെന്നാണ് തോന്നുക, അവർക്ക് തോന്നല അങ്ങനെ. അപ്പൊ അതൊരു രോഗാണ്. അപ്പൊ പിശുക്ക് എന്ന് പറഞ്ഞത് രോഗാണ്, ഇതും മറ്റൊരു രോഗാണ്. പിന്നെ വകദ്ദബ ബിൽ ഹുസ്ന, ഏറ്റവും സുന്ദരമായതിനെ അസത്യപ്പെടുത്തുകയും ചെയ്തു. 3 ഗുണാണ് അവിടെ നേരത്തെ പറഞ്ഞത്. നൽകുക, തഖ്വ കൈക്കൊള്ളുക, സത്യപ്പെടുത്തുക. ഇവിടെ പറയുന്നതും അതിന് നേർവിരുദ്ധമായിട്ടുള്ള 3 ഗുണാണ്. ഒന്ന് പിശുക്കാണ്, സ്വയം ആളായി തോന്നുക, പിന്നെ കളവാക്കുക. അപ്പൊ ഈ 3 ഗുണങ്ങളുള്ള ആളോ ഫസനുയസ്സിറുഹു ലിൽ ഉസ്റ, അവന് നമ്മൾ സൗകര്യം ചെയ്യും. ഫസനുയസ്സിറുഹു എന്തിന്? ലിൽ ഉസ്റ, ഏറ്റവും പ്രയാസകരമായ സംഗതി. യുസ്റാറിന് ഏറ്റവും സൗകര്യപ്രദമായ കാര്യം, ഉസ്റാറിനാല് ഏറ്റവും പ്രയാസകരമായ കാര്യം. അസർ എന്ന് പറഞ്ഞാല് പുല്ലിംഗം മുതക്കർ, ഏറ്റവും പ്രയാസകരം. ഉസ്റാറിനാല് അതിന്റെ സ്ത്രീലിംഗാണ്, ഏറ്റവും പ്രയാസകരം എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ അത്ര ആളുകൾക്ക് ഈ ഭൂമിയിൽ തന്നെ അതിന്റെ തിക്തഫലം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. മനസ്സംതൃപ്തി എന്നാൽ എത്ര ആളുകൾക്ക് ഉണ്ടാവില്ല. എന്തോ ഒരു തരം മനസ്സാക്ഷിക്കുത്ത് ഏത് സമയത്തും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കും. പരലോകത്തോ ശാശ്വതമായിട്ടുള്ള ശിക്ഷ, അള്ളാഹുവിന്റെ ശാപം, കോപം, ഇതൊക്കെ ഏറ്റുവാങ്ങേണ്ടവരാണ് അവർ. അപ്പൊ ഇവിടെ 2 വിഭാഗത്തെ, മനുഷ്യനെ 2 വിഭാഗമായി തിരിച്ചു. ഏതുപോലെ മനുഷ്യന്റെ പ്രവർത്തനങ്ങളും 2 തരത്തിലുള്ളതാണ്. മനുഷ്യൻ ഇവിടെ അനുഭവിക്കുന്ന സൗകര്യങ്ങളും നേർവിരുദ്ധമായിട്ടുള്ളതാണ്. പക്ഷെ അത് ആ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നേർവിരുദ്ധമാണെങ്കിലും മനുഷ്യന് ആവശ്യമുള്ളതാണ്. പക്ഷെ ഇവിടെ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന സംഗതികൾ എന്ന് പറഞ്ഞാൽ അത് ചിലത് അവന് ഗുണപ്രദമാണ്, മറ്റേത് അവന് ദ്രോഹകരവുമാണ്. അതാ വ്യത്യാസം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു, ഈ സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അവർ അബൂജഹൽ, ഉമയ്യത്ത് ബിൻ ഖലഫ് തുടങ്ങിയുള്ള ആളുകളെ സംബന്ധിച്ചാണ്. ഇവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുമായിട്ട് ബന്ധപ്പെട്ട സംഗതി എന്താ? അമ്മാമൻ അഅതാ വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടുന്ന, ഇസ്ലാമുമായിട്ട് വരുന്ന ആദ്യഘട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരായിരുന്നു? സമ്പന്നനായിരുന്നു. എന്തേലും ജോലി? ബിസിനസ് ആയിരുന്നു അല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു കച്ചവടം കഴിഞ്ഞ് മക്കത്ത് എത്തിയ ഉടനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കാണുന്നത് എന്നാണ്. അങ്ങനെ നബി ഈ സംഗതി പറഞ്ഞപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ വിശ്വസിച്ചു. അതിന് കാരണം എന്താ? അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയായിട്ട് 2 വയസ്സിന്റെ പ്രായത്തിൽ 2 വയസ്സിന്റെ വ്യത്യാസമുള്ളത്. മൂത്തതാരാ? ആര്? നബിയാണ്. നബി മരിച്ച എത്രാമത്തെ വയസ്സിലാ? 63. അബൂബക്കർ റളിയല്ലാഹു അൻഹു 63. നബി മരിച്ച് പിന്നെ 2 കൊല്ലം 5 മാസവും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് നടത്തില്ലേ?
അപ്പൊ മൂത്തതാരാ? നമ്മളിപ്പം അമ്മോചാക്കനെയും വരുവാനെയും നോക്കുമ്പോ അമ്മോചാക്കക്ക് വരുവാനേക്കാൾ വയസ്സ് വേണമെന്നാ. ഇവിടെ നേരെ മരിച്ച അമ്മോചാക്കക്ക് വയസ്സ് കുറവും വരുവാന് വയസ്സ് കൂടുതലുമാണേ. അപ്പൊ അവര് സംഗതി പറയാ, തമാശ പറയാ. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു നല്ല സമ്പന്നനാണ്. അദ്ദേഹത്തിന്റെ സമ്പത്ത് എവിടെ പോയി? മരിക്കണ സമയത്ത് അദ്ദേഹം ഖലീഫയായിരിക്കുമ്പോ ബൈത്തുൽ മാലിന്ന് നിത്യജീവിതത്തിന് വേണ്ടി പറ്റിയ തുച്ഛം സംഖ്യ, അതിൽ തന്നെ മിച്ചമുള്ളത് ആയിഷാ ബീവിയോടൊക്കെ പറഞ്ഞെന്താണ്? ബൈത്തുൽ മാലിലേക്ക് കൊടുക്കാനാണ്. ഇപ്പൊ നമ്മളെ MLA-മാരും മന്ത്രി MP മാരും ഒക്കെ ചെയ്യണെന്താ? നേരത്തെ ഒരു നയാ പൈസന്റെ ഗതിയില്ലാത്ത ആളുകള് പിന്നെ കോടീശ്വരന്മാരല്ലേ ആയി മാറുകയാണ്. അപ്പൊ ആദ്യത്തിൽ കച്ചവടക്കാരനായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. ആ കൂട്ടത്തില് ആ മക്കയിലുണ്ടായിരുന്ന ഉമയ്യത്തിന്റെയും മറ്റുമൊക്കെ കീഴിലുള്ള അടിമകൾ അവരും ഇസ്ലാം സ്വീകരിച്ചു. ഈ അടിമകൾ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ ഒക്കെ ഉടമകൾ, യജമാനന്മാര് അവരെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. അല്ലേ? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നതാണ്, ബിലാലിനെ ചുട്ടുപഴുത്ത മണലിൽ മലത്തി കിടത്തിയിട്ട് നെഞ്ചിൽ കല്ല് കയറ്റി വെച്ചിട്ട് രണ്ട് കാലുമരവും ഒട്ടകത്തെ രണ്ട് കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിപ്പിക്കുകയാണ്. ഒക്കെ നമ്മക്കാണ് വരണമെങ്കിൽ നമ്മൾ ആ സമയത്ത് ഇസ്ലാമും വേണ്ട ഈമാനും വേണ്ട എന്ന് പറയും. അപ്പൊ ബിലാൽ എന്തേ പറഞ്ഞത്? അഹദ് അഹദ്, ഏകൻ ഏകൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് മോചിപ്പിച്ചത്. 7 ആളുകളെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ മോചിപ്പിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് അത് അറിയോ? 1 ബിലാൽ, 2 ആമിർ ബിൻ ഫുഹൈറ. ആമിർ ബിൻ ഫുഹൈറ അവർ രണ്ടാളും ആണുങ്ങളാണ്, അല്ലേ? പിന്നെ നെഹ്ദിയ എന്ന് പറഞ്ഞൊരു പെണ്ണ്, അവരുടെ മകള്. സനീറ എന്ന് പറയുന്ന വേറൊരു പെണ്ണ്. ഉമ്മു ഈസ എന്ന് പറഞ്ഞ വേറൊരു പെണ്ണ്. അമത്തു ബനിൽ മുഹമ്മദ് എന്നാണ് പറഞ്ഞത്. ബനു മുഹമ്മദിലെ ഒരടിമ സ്ത്രീ. ഇവരൊക്കെ അടിമ സ്ത്രീകൾ തന്നെയാണ്. അപ്പൊ 2 ആണുങ്ങളി 5 പെണ്ണുങ്ങളി. ഈ അടിമകളെ മോചിപ്പിക്കുമ്പോ അവരെ കാശ് കൊടുത്ത് വാങ്ങണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്തിനായി കാശ് എടുത്തത്? അദ്ദേഹത്തിന്റെ സമ്പത്ത് നിന്നാണ്. അപ്പൊ ആ കാശ് കൊടുത്തിട്ട് അടിമകളെ വാങ്ങിയിട്ട് മോചിപ്പിക്കാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫ, അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു ഇസ്ലാമിന്റെ മുമ്പും. നബിയെയും പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിക്കും പീഡിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല. വേണമെങ്കിൽ കുറച്ചൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള കൂട്ടത്തിലാണ്. അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഈ സമയത്ത് പറഞ്ഞിട്ട്, മോനെ നീ ഏതായിരുന്നാലും പിന്നെ ആളുകളെ മോചിപ്പിക്കാണ്, എന്നാ നിനക്ക് കുറച്ച് പിന്നെ ശക്തിയും പിന്നെ പിമ്പലും ഒക്കെ കിട്ടുന്ന ആളുകളെ നോക്കി മോചിപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ പെണ്ണുങ്ങളെയും ഒക്കെ വാങ്ങിയാണ് മോചിപ്പിച്ചിട്ട് എന്ത് കാര്യമുള്ളേ എന്നാണ് വാപ്പ മകനോട് ചോദിച്ചത്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താ? ഞാൻ ഇവിടെ എനിക്ക് പിന്നെ അവരെ കൊണ്ട് പിമ്പലം കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ഇവരെ മോചിപ്പിക്കുന്നത്, പിന്നെ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്. ഈ ഒരു മനസ്സ് ആണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇവിടെ സൗകര്യം കിട്ടാൻ വേണ്ടി, ആളുകളെ പിമ്പലം കിട്ടാൻ വേണ്ടി വല്ലതും കൊടുത്താൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം, ചിലപ്പോ കിട്ടിയില്ല എന്നും വരാം. പരലോകത്ത് ചെല്ലുമ്പോൾ വല്ലതും ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പൊ യഥാർത്ഥത്തിൽ എന്ത് കൊടുക്കുമ്പോഴും ചെയ്യുമ്പോഴും അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമാണ്. അപ്പൊ ഇത് ആണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തത്. മദീനയിൽ അദ്ദേഹം ഹിജ്റക്ക് ഒരുങ്ങിയപ്പോ അദ്ദേഹം ചെയ്തതെന്താ? 2 ഒട്ടകത്തെ വാങ്ങി. നബിയോട് ആദ്യം സമ്മതം ചോദിച്ചു, ഞാൻ പോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾക്ക് പിന്നെ ഉത്തമനായ ഒരു കൂട്ടുകാരനെ കിട്ടിയേക്കും,
ഈ ഉത്തമനായ കൂട്ടുകാരൻ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ പോണ്ടെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അബൂബക്കറിന് മനസ്സിലായിണ്. അപ്പൊ അദ്ദേഹം 2 ഒട്ടകത്തെ വാങ്ങി സ്വന്തം കാശ് കൊടുത്തിട്ട്, എന്നിട്ട് അതിനെ തീറ്റി പോയിട്ട് എന്തിനു വേണ്ടി? ഒന്ന് തനിക്കും മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഹിജറ പോകാനുള്ള വാഹനം ഒരുക്കുകയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വില കൊടുത്തു കേട്ടോ. ആ ഒട്ടകത്തിന് അങ്ങോട്ട് കൊടുത്തപ്പോൾ അതിന് വില കൊടുത്തിട്ടാണ് വാങ്ങിയത്. പോകുമ്പോ അദ്ദേഹത്തിന്റെ സമ്പത്ത് ഏതാണ്ട് തീരാനായിരുന്നു. പിന്നെ മക്കയില് മകള് ആയിഷയുണ്ട്, പിന്നെ വേറെ ഒരാളുകൂടി ഉണ്ടല്ലോ. ആരാണ്? പെണ്ണുങ്ങൾക്കാണ് അയച്ചുണ്ടാവണ്ടേ. ആരാ? ആയിഷന്റെ ഒരു ഏട്ടത്തിന്റെ ഇനി അറിയില്ല. ആരാ? അസ്മാ റളിയല്ലാഹു അൻഹ. ഇവർ രണ്ടാളുമാണ് വീട്ടിലുള്ളത്. ഇവരാണ് ഭക്ഷണമൊക്കെ പിന്നെ ഒരുക്കി. അത് പിന്നെ പൊതി കെട്ടാൻ വേണ്ടിയിട്ട് കയറില്ലാഞ്ഞപ്പോ എന്താ ചെയ്തത്? അസ്മ അവരുടെ അടിവസ്ത്രം പിന്നെ കെട്ടണ കയറെടുത്തിട്ട് 2ആയിട്ട് ചീന്തി, എന്നിട്ട് ഒന്നുകൊണ്ട് ഭക്ഷണം പൊതിഞ്ഞു, മറ്റുകൊണ്ട് അരയിൽ കെട്ടുകയും ചെയ്തു. അതുകൊണ്ട് അവർക്ക് ഒരു പേര് വന്നു, ദാത്തു നിതാക്കൈൻ. നിതാക്കത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞാളില്ലേ, അരപ്പട്ട, ഇതിനൊക്കെയാണ് പറയാ. അത് വേറെ സംഗതി നമ്മൾ പറയണത്. അപ്പൊ ദാത്തു നിതാക്കൈൻ എന്ന് അസ്മാ റളിയല്ലാഹു അൻഹക്ക് പേര് വന്നത് ഇങ്ങനെ. അപ്പോ അന്നേക്ക് അബൂ ഖുഹാഫക്ക് കണ്ണ് കാണൂല, കണ്ണിന്റെ കാഴ്ച പോയിണ്. അപ്പൊ 2 പെൺകുട്ടികളാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പൊ പിന്നെ മകന് അബൂഖുഹാഫ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം പിന്നെ അബൂ ഖുഹാഫ വീട്ടിൽ വന്നു. പിന്നെ അവരോട് ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് വേണ്ടി എന്താണ് വാപ്പ ബാക്കി വെച്ചത്? അപ്പോ അബൂബക്കർ റളിയല്ലാഹു എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സഞ്ചിയിൽ കുറെ കല്ല് വാരിയിട്ട് ഇവരെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അബൂ ഖുഹാഫ വന്നാൽ ഇത് കൊടുക്കാൻ, കാണിച്ചു കൊടുക്കാൻ. കാരണം കണ്ണാണുമല്ലോ, പിന്നെ കുലുക്കിയൊക്കെ കഴിക്കുള്ളൂ. അപ്പൊ വാപ്പ എന്താവും അവിടെ ബാക്കി വെച്ചോളെന്ന് ചോദിച്ചോ, ഈ പൊതിയെടുത്ത് കൊടുത്തു. അപ്പോ അദ്ദേഹത്തിന് സന്തോഷമായി. യഥാർത്ഥത്തിൽ ഇതിലെന്താണുള്ളത്? അപ്പൊ ഉള്ളത് തീർത്ത് ഇസ്ലാമിന്. അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ അല്ലാഹ് പ്രശംസിച്ച് പറഞ്ഞത്. അമ്മാമൻ അഅത വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. മറുഭാഗത്തോ അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ഷൈബത്തിന്റെ മെയ്യത്തിന്റെ ഒക്കെ കഥ നമുക്കറിയാലോ. സത്യത്തെ നിഷേധിച്ചു, ഇസ്ലാമിന്റെ അള്ളാന്റെ മാർഗത്തിൽ ചില്ലിക്കാശ് പോലും കൊടുക്കൂല, തനി തോന്നിവാസവും ഞെളിഞ്ഞു നടക്കാം, ഞങ്ങൾ തന്നെ മതി എന്നുള്ളത്. അപ്പൊ അത്തരം ആളുകൾക്ക് കിട്ടാൻ പോകുന്ന പരിണതി എന്തായിരിക്കും എന്നാണ് ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ എന്നതിലൂടെ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം വമാ യുഗ്നി അൻഹു മാലുഹു, അഗ്ന അൻഹു എന്ന് പറഞ്ഞാല് പ്രയോജനം ചെയ്യാനാണ്. അഗ്ന അൻഹു, ഗിന പറഞ്ഞാൽ എന്താണ്? ഐശ്വര്യം. ഗനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐശ്വര്യവാനായി എന്നാണ്. അഗ്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐശ്വര്യവാനാക്കി എന്നായി. അഗ്ന അൻഹു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പ്രയോജനം ചെയ്തു. മാ അഗ്ന ലാ യുഗ്നി എന്നൊക്കെ പറഞ്ഞാൽ അൻഹു, അവന് പ്രയോജനം ചെയ്യുകയില്ല. എന്ത്? മാലുഹു, അവന്റെ സമ്പത്ത്. അപ്പൊ ഇവിടെ കുറച്ച് സമ്പത്തുണ്ട്, അത് തന്നെയാണ് പ്രധാനം എന്ന് കരുതി അത് കൊടുക്കാതിരിക്കുന്ന ആളുകൾ, അത് കെട്ടിപ്പൂട്ടി വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് പ്രയോജനം ചെയ്യാൻ പോകില്ല. മാ അഗ്ന അൻഹു മാലുഹു, എപ്പോൾ? ഇദാ തറദ്ദ, അവൻ ചെന്നു പതിക്കുമ്പോൾ. തറദ്ദ പറഞ്ഞാല് നശിക്ക, ഹലക്ക എന്ന് പറയാം, അല്ലെങ്കിൽ വീഴുക. മേലേന്ന് താഴോട്ട് വീണതിനും തറദ്ദ എന്ന് പറയും. അപ്പൊ ഇവരെ എവിടെ ചെന്ന് വീഴാൻ പോണത്? അള്ളാഹുവിന്റെ ശിക്ഷയിൽ, നരകത്തിൽ. അതാണ് ഇദാ തറദ്ദ, അവൻ ചെന്ന് വീഴുമ്പോൾ അവന്റെ സമ്പത്ത് പ്രയോജനം ചെയ്യാൻ പോകില്ല.
സമ്പത്ത് എന്നത് ഒന്ന്, സമ്പത്ത് മാത്രമല്ല അവന്റെ കയ്യിലുള്ള ഒന്നോ തന്നെ പ്രയോജനം ചെയ്യില്ലാന്നുള്ളതാണ്. അപ്പൊ ഇത്തരം ആളുകൾക്ക് അവരുടെ കയ്യിലുള്ളതൊന്നും അവർ നശിക്കാൻ പോകുമ്പോൾ അള്ളാന്റെ ശിക്ഷയിലേക്ക് ചെന്ന് പതിക്കുമ്പോൾ പ്രയോജനം ചെയ്യുകയില്ല, അത് ഇവിടുന്ന് തീരും. അപ്പോൾ കിട്ടിയ സാധനം തന്നെ, സമ്പത്ത് തന്നെ നാശഹേതുകമായിട്ട് മാറുക എന്നതാണ് ഇത്തരം ആളുകളുടെ അവസ്ഥ. അപ്പൊ അതില്ലാതെ നോക്കേണ്ടതുണ്ട്. അത് ഇല്ലാതെ നോക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ ആ 3 കാര്യം ഉൾക്കൊള്ളേണ്ടതുണ്ട്. കയ്യിലുള്ളത് കൊടുക്കാൻ തയ്യാറാവുക, തഖ്വ കൈക്കൊള്ളുക, അള്ളാഹുവിനെ അവൻ്റെ പ്രവാചകന്മാരെ പരലോകത്തെയൊക്കെ സത്യപ്പെടുത്തിക്കൊണ്ട് അത് മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കുക. അപ്പോൾ മാത്രമേ അത് പ്രയോജനം ചെയ്യുള്ളൂ. അപ്പൊ അതാണ് ആ രംഗത്ത് ചെയ്യേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. ആ നിലക്ക് നമ്മളെ ജീവിതത്തെ രൂപപ്പെടുത്തേണ്ടതുണ്ട്. പിന്നെ എങ്കിലേ ഈ പഠിക്കണോണ്ട് നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ ആ നിലക്ക് നീങ്ങാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.